പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം 1 തീമോത്തിയോസ് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. വചനം പറയുകയാണ്, വരും കാലങ്ങളിൽ ചിലർ കപട ആത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ഇവിടെ വചനം പറയുകയാണ്, വരും കാലങ്ങളിൽ ചിലർ കപട ആത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട്, കണ്ടോ, പിശാചിന്റെ പ്രബോധനങ്ങളിൽ ശ്രദ്ധ അർപ്പിക്കുക. അപ്പോൾ തിന്മയുടെ പ്രബോധനങ്ങൾ പറയുന്നവരുണ്ടാകും എന്ന് പറയാണ്. പറയാതെ എങ്ങനെയാണ് അതിൽ ശ്രദ്ധയുണ്ടാകുക? അപ്പം ഈ ചില പ്രബോധനങ്ങൾ, തിന്മയുടെ പ്രബോധനങ്ങൾ ഉണ്ടാകുമെന്ന് വചനം പഠിപ്പിക്കുക. അതിൽ ചിലവര് ശ്രദ്ധിക്കുവാൻ തുടങ്ങും. അങ്ങനെ അതിന്റെ ഫലം എന്താ? വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കും. ഹൃദയത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടും. ഈ പൗലോസ് ശ്ലീഹ തന്നെ തീത്തോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തീത്തോസ് 2:1 പറയുകയാണ്, നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം വിശ്വാസികളെ പഠിപ്പിക്കാൻ. പല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, എന്നാൽ ശരിയായ വിശ്വാസ അനുസരിച്ചുള്ള കാര്യങ്ങൾ. നമ്മള് സുഭാഷകൻ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, തിന്മയെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനമല്ല. സുഭാഷിതം 9:10 പറയാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. നമുക്കറിയാം, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? വിശ്വാസം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് പറയണം, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിനാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അവൻ യേശുവിനെ പറ്റി കേൾക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ തിന്മയെ പറ്റിയാണ് കൂടുതൽ കേൾക്കുന്നെങ്കിലോ, തിന്മയെക്കുറിച്ചുള്ള അറിവാണ് നമ്മളിൽ നിറയുന്നത്. തിന്മ ഇങ്ങനെ വരും, തിന്മ ഇങ്ങനെയായിരിക്കും, തിന്മയുടെ പ്രതീകങ്ങൾ ഇങ്ങനെയായിരിക്കും. അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മുഴുവൻ തിന്മയെക്കുറിച്ചുള്ള അറിവാണ് നിറയുന്നത്. നിയമാവർത്തനം 6-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ജാഗരൂകതയോടെ അത് മക്കളെ പഠിപ്പിക്കണം, വീട്ടിലായിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി എപ്പോഴും സംസാരിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, ദൈവവചനം എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ചിന്തിക്കണം, പഠിപ്പിക്കണം. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു ക്ലാസ് എടുക്കുവാൻ തിന്മയെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. തിന്മയുടെ പ്രതീകങ്ങൾ എന്താണ്, തിന്മ ഇതിലേക്കാണ് വരുന്നത്, തിന്മയുടെ അടയാളങ്ങൾ, ഇതാ നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് കിട്ടുന്ന, ദൈവജനത്തിന് കിട്ടുന്ന തിന്മയെക്കുറിച്ചുള്ള അറിവാണ്. അതാണ് ശ്ലീഹന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നു. ഈശോ ബൈബിളിൽ പറയുമ്പോഴൊക്കെ തിന്മയുടെ ചെറിയ ചെറിയ പ്രതീകങ്ങൾ പറഞ്ഞ്, അല്ല അവൻ പെട്ടെന്ന് പോയ എങ്ങനെ വരും, ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വിടുക. ഇന്ന് നമ്മള് തിന്മയുടെ പുറകെയാണ് പോകുന്നത്. തിന്മേനെയാണ് അറിയാതെ നമ്മൾ പ്രഘോഷിക്കുന്നത്, യേശുവിനെ അല്ല പ്രഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കിട്ടുന്നത് എങ്ങനെയാ? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ സത്യം അറിയുമെന്നാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് സത്യം പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. അപ്പോൾ യേശുവിനെ വലുതായിട്ട് കാണുന്ന, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കുകയുള്ളൂ. പാപത്തിൽ കിടക്കുന്ന എത്ര വലിയ വ്യക്തിക്കും എന്തെല്ലാം അറിവ് കിട്ടിയാലും അവരൊന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഘോഷിക്കേണ്ടത് യേശുവിനെയാണ്. യേശു എന്ന നാമമാണ് നമുക്ക് വിടുതൽ നൽകുന്നത്. യേശുവിന്റെ രക്തമാണ് നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. നമ്മൾ അറിയാതെ എപ്പോഴൊക്കെ എവിടെയൊക്കെയോ തിന്മയെ പ്രഘോഷിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നത്, വരും കാലങ്ങളിൽ ചിലർ കപട ആത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിക്കും. പിശാചിന്റെ പ്രബോധനം. അപ്പൊ പിശാച് ഒന്നും സംസാരിക്കുകയല്ല, പിശാചിനെ കുറിച്ച് നമ്മളെപ്പോലെ ഉള്ളവർ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഓരോരുത്തരും ഈശോയെയാണ് പ്രഘോഷിക്കേണ്ടത്. അതിനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥകളെ തിരിച്ചറിയാൻ കൃപതനമേ. വഴിതെറ്റി പോകുമ്പോൾ വചനത്തിന്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ പാതയ്ക്ക് വിളക്കായി നൽകണമേ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നേർവഴിയിലൂടെ നയിക്കണമേ. തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാതെ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, യേശുവിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.